بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ يكن. لا حول ولا قوة إلا بالله العلي العظيم. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ആധുനികരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, പരലോകം ഖുർആനിലും ഹദീസിലും എന്ന വളരെ ശ്രദ്ധേയമായ വിഷയത്തിന്റെ വ്യത്യസ്ത അധ്യായങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഏതാനും ഖുതുബകളിലൂടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഖബർ അദാബിന്റെയും രക്ഷയുടെയും കേന്ദ്രമാണെന്നും നിസാരമായി പോലും നാം വിചാരിക്കുന്ന തിന്മകൾക്ക് പോലും ഖബറിൽ ശിക്ഷയുണ്ട് എന്നും അത് മസീഹു ദജ്ജാൽ എന്ന ലോകാവസാനത്തിന്റെ അടയാളമായി കടന്നു വരാനിരിക്കുന്ന ഫിത്നയോളം വരുന്ന ഫിത്നയാണ് എന്നും അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം, ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്യണം, മരണചിന്തയുണ്ടാകാൻ, പരലോക ഭയമുണ്ടാകാൻ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാകാൻ, ആ ഖബർ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഖബറാളികൾക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും അവർ ദുആ ചെയ്യണമെന്നും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ട് വെയില് അടിച്ചപ്പോൾ തണലിലേക്ക് മാറി നിന്ന ഒരു സംഘം യുവാക്കളെ നോക്കിക്കൊണ്ട് പ്രസംഗിച്ച വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ കേൾപ്പിക്കുകയുണ്ടായി. അതിന്റെ അവസാനത്തിൽ നാം അവസാനിപ്പിച്ചതിൽ നിന്നാണ് ഇന്നത്തെ ഒന്നാം ഖുതുബ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുന്നത്. സഹീഹുൽ ബുഖാരി 7047 നമ്പർ ഹദീസിൽ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനമായി കിതാബ് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. അൻ സംറബത്തുനു ഹുദൈബ് റളിയല്ലാഹു അൻഹു, സംറബത്തുനു ജുൻദുബ് റളിയല്ലാഹു അൻഹു പറയുന്നു, قال رسول الله صلى الله عليه وسلم إني رأيت الليلة رجلين أتياني فأخذ بيده فأخرجاني إلى الأرض المقدسة
എന്റെ അരികിലേക്ക് സ്വപ്നത്തിൽ രണ്ടാളുകൾ വന്നു, അഥവാ മലക്കുകളാണ്. അവര് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബർസഖി ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമുക്കറിയാം, നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ആലമു ഷഹാദയാണ്. എന്നാൽ നമ്മുടെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥകൾ കൊണ്ടോ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതും വഹയിലൂടെ മാത്രം നാം അവലംബിക്കേണ്ടതുമായ ഒരു ലോകമാണ് ആലമുൽ ഗൈബ്. ആ ആലമുൽ ഗൈബിൽപ്പെട്ടതാണ് ബർസഖി ലോകം. നമ്മള് ഇന്ന് കാണുന്ന ഈ 6 അടി മണ്ണ്, അതിൽ വെട്ടിയ ചെറിയ കബറ്, അതല്ല ബർസഖ്, അത് ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിലേക്ക് നാം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രവേശിക്കാനുള്ള ലോകമാണ് ബർസഖി ലോകം. ആ ബർസഖിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ മനുഷ്യരൂപത്തിൽ വന്ന രണ്ടാളുകൾ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുകയാണ്, സ്വഹാബ, ഞാന് 4 ഖബറിലെ ശിക്ഷകൾ കാണുകയുണ്ടായി. വളരെ ഭയാനകരമായതും വളരെയധികം വേദനാജനകമായതും ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയാത്തതുമായ അദാബായിരുന്നു ഞാൻ കണ്ടത്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയുന്നു, മുഅ്മിനീങ്ങളെ, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യസുദ്ദു റഅസഹു ബിസഖറതി വൻ അതൈനാ അലാ റജുലിൻ ഫഇദാ ആഖിറു ഖായിമുൻ അലൈഹി ബിസഖറ ഫഇദാ ഹുവ ബിയഹ്ബി ബിഹി ഇലാ സഖറതി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ആദ്യമായി കണ്ട ഖബറിലെ അദാബ്, ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്നു കിടക്കുന്നു ബർസഖി ലോകത്ത്. അയാളെ ഒരു മലക്ക് ഇങ്ങനെ മലർത്തിക്കിടത്തിയിരിക്കുകയാണ്. ആ മലർത്തിക്കിടത്തിയ മനുഷ്യന്റെ തലഭാഗത്ത് ഒരു മലക്ക് നിൽക്കുന്നു. ആ മലക്കിന്റെ 2 കൈകളിലും വലിയ ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് ഈ മനുഷ്യന്റെ തലയിലേക്ക്, മുഖത്തേക്ക് എറിയുകയാണ്. അങ്ങനെ എറിയുന്നതോടുകൂടി അയാളുടെ മുഖവും അയാളുടെ തലയോട്ടിയുമൊക്കെ ചിതറിയിട്ട് വികൃതമാവുകയാണ്. അങ്ങനെ ആ തല ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉരുണ്ടുപോയ കല്ല് എടുത്തു വരുമ്പോഴേക്കും ഈ മനുഷ്യന്റെ മുഖവും അവയവങ്ങളൊക്കെ പഴയതുപോലെ തന്നെ അള്ളാഹു രൂപപ്പെടുത്തി കൊടുക്കും. ഇയാള് പടഞ്ഞ് വേദനിച്ച് നിലവിളിക്കും. യാതൊരു രാശികവും ഇല്ലാതെ മലക്ക് വീണ്ടും അയാളുടെ മുഖത്തേക്ക് കല്ലെറിയും. അങ്ങനെ ഈ പാറക്കല്ല് കൊണ്ട് തല ഇങ്ങനെ മൊത്തത്തിൽ ചതക്കുന്ന ഒരു ശിക്ഷ ഉയർത്തെഴുന്നേൽക്കുന്ന ആളാകുന്ന യൗമുൽ ഖിയാമ വരെ ഖബറിൽ ഇയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗം കണ്ടുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഖുൽതു ലഹുമാ സുബ്ഹാനല്ലാഹ് മാ ഹാദാ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, മലക്കുകളെ ഇതെന്താണ്, എന്തൊരു ശിക്ഷയാണിത്? അവിടുന്ന് പറഞ്ഞു, ഇന്നഹു റജുലുൻ യഅഖുദുൽ ഖുർആൻ. ശരിക്കും നമ്മള് ശ്രദ്ധിച്ചുകൊണ്ട് കേൾക്കണം, പേടിച്ചുകൊണ്ട് കേൾക്കണം. നെഞ്ചിനകത്ത് ഒരു ഇടിമിന്നൽ, ഒരു കൊള്ളിയാൻ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ ആ പോരായ്മകളെ കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ ഈ ഹദീസ് കേൾക്കണം. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന റജുലൻ യഅഖുദുൽ ഖുർആൻ, ഈ ഖബറിൽ തലചതക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയുമോ? അയാള് ഖുർആൻ നൽകപ്പെട്ടവനാണ്, അഥവാ ഖുർആൻ കിട്ടിയവനാണ്, ഖുർആൻ പഠിച്ചവനാണ്, ആ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു പോകാൻ ഭാഗ്യം ലഭിച്ചവനാണ്. പക്ഷേ അയാളുടെ പ്രശ്നം ആ ഖുർആൻ അയാളുടെ ജീവിതത്തിൽ പകർത്തിയില്ല. ഖുർആനിന്റെ അധ്യാപനങ്ങൾ അയാൾ ജീവിതത്തിൽ കൊണ്ടു നടന്നില്ലെന്ന് മാത്രമല്ല, അയാളുടെ ഏറ്റവും വലിയ അപകടം നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തിൽ അയാൾ ഉറങ്ങിപ്പോയി. അയ്യാൽ ഫല, വിജയത്തിലേക്ക് വാ മനുഷ്യ എന്ന് ഒരു തവണയല്ല വിളിക്കുന്നത്, 2 തവണയാണ് വിളിക്കുന്നത്. ഉച്ചഭാഷണിയിലൂടെ പള്ളിയിലെ മുഅദ്ദിന് ഹയ്യാലൽ ഫലാ,
വിജയത്തിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ എന്ന് വിളിക്കുന്നു. സുബഹി നമസ്കാരത്തിന്റെ കൂടെ അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിന്റെ ഉറക്കത്തെക്കാൾ നല്ല നിനക്ക് നമസ്കാരമാണ് എന്ന് വിളിക്കുന്നുണ്ട്. ഇഖാമത്തിലൂടെയും വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വെള്ളിയാഴ്ചയും ഖുർആൻ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ, നിങ്ങളുടെ തിരക്കാകുന്ന കച്ചവടം, ചുറ്റുപാടുകൾ അതൊക്കെ വെള്ളിയാഴ്ച ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങള് ആ വെള്ളിയാഴ്ചയിലെ ജുമുഅ ദിവസം നിങ്ങള് ഇബാദത്തിന് വേണ്ടി നിങ്ങൾ നേരത്തെ വരണേ എന്നല്ല വിളിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു ജമാഅത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ജമാഅത്തിന് കൂടിയുള്ളത്, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നതും ഖൈറുമായിട്ടുള്ള ഒരു ജമാഅത്ത് ഏതാണ്? അത് വെള്ളിയാഴ്ചയിലെ സുബ്ഹി ജമാഅത്താണ്. എത്ര ആളുകൾക്ക് ഈ സുബ്ഹി ജമാഅത്ത് കിട്ടി സഹോദരങ്ങളെ ഇന്ന്? കാരണം 5:25 അല്ലെങ്കിൽ 5:15 അല്ലെങ്കിൽ 5:30 ചില 30-35 മിനിറ്റൊക്കെ ചില ഉറക്കം തൂങ്ങിയാലുള്ള മഹല്ലാവുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും, 20 മിനിറ്റ് 25 മിനിറ്റ് 30 മിനിറ്റ് വരെ കൊടുക്കും. എന്നാലും ഇഖാമത്ത് വിളിക്കുമ്പോ ബാക്കിൽ ആരുണ്ടാവും? അതിന്റെ പിന്നില്, ഇമാമിന്റെ പിന്നില് ഒരാളോ രണ്ടാളോ മൂന്നാളോ ഉണ്ടാവും. ബാക്കിയുള്ളവർക്കൊക്കെ കാരണം എന്താ? മഴ ചാറിലായിരുന്നു. മഴ ചാറിയതായിരുന്നു, കാറുണ്ട് അല്ലേ? നിസാരമായ ഒരു കാര്യത്തിന് അങ്ങാടിയിലേക്ക് കുട്ടിക്ക് ഒരു ബ്രിട്ടാനിയന്റെ ബിസ്ക്കറ്റ് വാങ്ങണം, നല്ല ലക്ഷക്കണക്കിന് വിലയുള്ള മഴയുള്ള സമയത്ത് ആ കാറെടുത്തവൻ പോകുമ്പോൾ വാങ്ങിക്കൊടുക്കും, ഒരു പ്രശ്നമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് കേറി വാങ്ങുമ്പോ 4 തുള്ളി കൽമക്കുറ്റും ഒന്നും പ്രശ്നമില്ല. അതേ ആള് പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച പോലെ പള്ളിക്കെത്താൻ പറ്റുന്ന മഴയിരുന്നു അല്ലേ, ഇരുട്ടായിരുന്നു, തണുപ്പായിരുന്നു. നിസാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നൽകിയ നിഅമത്താകുന്ന അസ്ബാബുകളെ ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരേണ്ടവർ ഉറങ്ങിയവരാണ്. ഇതുപോലെ തന്നെയാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിലും അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മഅ്കൂതാ. 5 നേരത്തെ നമസ്കാരം അല്ലാഹു വിശ്വാസികളുടെ മേലെ നിർബന്ധമാക്കിയിരിക്കുന്നു. അത് ജമാഅത്ത് എന്ന സംവിധാനം ഉള്ളത് കൊണ്ടാണ് നിർബന്ധാക്കിയതില്ലെങ്കിൽ സമയം 5 നേരത്തെ ജമാഅത്തിന്റെ ആവശ്യമില്ല. ഈ കിതാബുൽ മഅ്കൂത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ജമാഅത്തിന് എത്തണം എന്നുള്ളതാണ്. അത് അവ്വൽ സഫിൽ എത്തണം. അതൊന്നും ഒപ്പിട്ട് പോയാ പോരാ, നേരം വൈകി വന്നാ പോരാ. എന്നും ആ വിഷയത്തിൽ സൂക്ഷ്മതയും കണിശതയും ജാഗ്രതയും പുലർത്തണം. ഇല്ലെങ്കിൽ ഇത് കോത്താമ്പി കഥയല്ല, ഇത് കെട്ടുകഥയല്ല, ഇത് നുണയല്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലാണ്, കിതാബ് തഫ്സീറിലാണ്, സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിലാണ്, 7047 നമ്പർ ഹദീസാണ്. ഇതിനേക്കാൾ അപ്പുറം ഇനി എന്ത് തെളിവാണ് തരേണ്ടത്? യനാമു അനിൽ സ്വലാത്തിൽ മക്തൂബ, ഖുർആൻ പഠിക്കാനും ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കാനും ഹിയച്ചല്ലസ് ഉണ്ടാക്കാനും സിയാറി കുട്ടികളെ വിളിച്ചാലും അതിന് ജനറൽ ബോഡി വിളിക്കാനും അതിന്റെ ആളാകാലൊക്കെ ഉഷാറാണ്. പക്ഷേ ജീവിതത്തിൽ എന്തില്ല? നമ്മുടെ ജീവിതത്തിൽ അതിന്റെ കൃത്യമായ പ്രതിധ്വനികളില്ല, അതിന്റെ സംസ്കാരമില്ല എങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെയാണ് നമുക്ക് ഖബറിൽ ഏറ്റുവാങ്ങേണ്ട ശിക്ഷ ഇതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്ന്, ഞാൻ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ അതാ അവിടെ ഒരാള് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇരിക്കുകയാണ് ബർസഖില്. അയാളുടെ പിന്നിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. മാഹു കല്ലൂബ് മിൻ ഹദീദ്, അയാളുടെ കയ്യിൽ എന്തുണ്ട്? കല്ലൂബ് മിൻ ഹദീദ്, ഇരുമ്പിന്റെ നല്ല ഒരു കൊടിലുണ്ട്, ചവളുണ്ട്, കൊളുത്തുണ്ട്, എന്ത് വേണമെങ്കിലും പറയാം. പാർക്കുകളിലൊക്കെ നമ്മളിങ്ങനെ ഈ പിന്നെ ചെടികൾ വെട്ടുന്ന വലിയ കത്രിക കണ്ടിട്ടില്ലേ? അത് ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ വലിപ്പമുള്ള ചവളയോ കത്രികയോ കൊടിലോ എന്തോ അല്ലാഹു തആല മലക്കിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്ഖുലു ഫീ സിദ്ഖി, അയാളുടെ തൊള്ളയിലേക്ക് കടവായിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ അരിഞ്ഞെടുക്കും. ഈ കവിൾ തടം ഇങ്ങനെ മുറിച്ചുകൊണ്ട് ഇലാ കഫാഹു, ഈ പരടി വരെ ഏതാണ് മുറിക്കും. ഈ മനുഷ്യൻ നിലവിളിക്കും, കരയും, വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ പൊളയും.
യാതൊരു കള്ളിച്ചോരയുമില്ലാതെ ഈ മലക്കത് ഊരിയിട്ട് രണ്ടാമത്തെ കവിൾത്തളത്തിലേക്ക് ഇടുമ്പോഴേക്കും ആദ്യം തല ചതച്ചവന്റെ തല ആ പാറക്കല്ല് മലക്ക് എടുത്തുകൊണ്ടുവരുമ്പോ പഴയതുപോലെ അള്ളാഹു വാക്കുന്ന് പറഞ്ഞ പോലെ ഇതിന്റെ കവിള് ഈ ഭാഗത്ത് മാംസം വന്ന് ഇറച്ചി വന്ന് തോല് വന്ന് പഴയ പോലെ സെറ്റപ്പാവും. വീണ്ടും ഇത് മുറിക്കാൻ തുടങ്ങും. അപ്പോഴേക്ക് ഈ ഭാഗം സെറ്റപ്പാവും, ഇവിടെ മുറിക്കാൻ തുടങ്ങും. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറ എത്തുന്നത് വരെ ഖബറിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ കടവായ കീറുന്ന ശിക്ഷയാണ്. ഈ മനുഷ്യന്റെ അദാബിന്റെ കാരണം റസൂലുള്ളാഹി മലക്കളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് മലക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫകദ്ദാബ്, ചക്രവാളം മുട്ടുന്ന കളവുകൾ പറഞ്ഞു പരത്തിയ വ്യക്തിയാണ്. അല്ലേ? ആള് അൽ കദ്ദാബാണ്. കദ്ദാബ് എന്ന് പറയുന്നതും അൽ കദ്ദാബ് എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അതെന്താ? അലിഫ്ലാം ചേരുമ്പോ ആ കളവിന്റെ വ്യാപ്തി കൂടി. പണ്ടൊരു കളവ് പറയണമെങ്കിൽ നമുക്ക് ഒരാൾ അടുത്ത് വേണം, അവന്റെ കാത് വേണം. അല്ലെങ്കിൽ നമുക്ക് ടെലിഫോണൊക്കെ ഉള്ള കാലത്താണെങ്കിൽ തന്നെ അത് വിളിച്ച് പല വീട്ടിലും അപൂർവം ഉണ്ടാവുള്ളൂ. കല്യാണ പെണ്ണൊക്കെ കാണുമ്പോഴൊക്കെ. ഇപ്പൊ അതല്ല, നമ്മുടെ വിരൽ തുമ്പോൾ കൊണ്ട് ഒരൊറ്റ ഫോർവേഡ്. അത് ഉടനെ തന്നെ ഇവിടെ എത്തി, അമേരിക്കയിലെത്തി, ലോകത്തുള്ള എല്ലാ അറബ് രാജ്യങ്ങളിലെത്തി, മലയാളികളോടൊക്കെ എത്തി, മൊത്തം എത്തി. എന്താ കാരണം? ഒറ്റ കളവ് പ്രചരിപ്പിച്ചതാ, ഒരു ഫേക്ക് ന്യൂസ് വിട്ടതാ. അതിന്റെ ഹക്കും ഭാഗത്തുള്ള സത്യസന്ധത നമ്മൾ നോക്കിയില്ല, നമ്മൾ വിട്ടു. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. സഹോദരങ്ങളെ, ഈ പറയുന്ന നമ്മൾ അടങ്ങുന്ന ഈ സമൂഹം ഈ തിന്മയിൽ നിന്ന് ഒഴിവാണോ? ഇല്ല. അപ്പൊ നീതിയും ന്യായവും ഹക്കും ബാത്തിലും ഒന്നും നോക്കാതെ കിട്ടുന്ന പാടെ കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. പണ്ടൊക്കെ കളവ് നമുക്ക് പറയണം, അപ്പൊ കളവ് പറയേണ്ട ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ കെട്ടിക്കിടക്കുക. നമ്മളൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, യൂട്യൂബിലേക്ക്, ഫേസ്ബുക്കിലേക്ക്. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ലോകം മൊത്തം അത് പകരാണ്, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. വാളുകൊണ്ടും കുന്തം കൊണ്ടും നീ പരിക്കേൽപ്പിക്കുന്ന മുറിവ് അത് മരുന്ന് വെച്ചാൽ ഉണങ്ങും. പക്ഷേ നാവ് കൊണ്ട് നീ വെട്ടുന്ന വെട്ടുണ്ടല്ലോ, നാവ് കൊണ്ട് നീ ഏൽപ്പിക്കുന്ന മുറിവുണ്ടല്ലോ, അത് മനുഷ്യന്റെ അഭിമാനത്തിൽ മേലാണ്, അത് മനുഷ്യന്റെ ജീവിതത്തിലാണ്, അവന്റെ സമ്പത്തിലാണ്, അവന്റെ കുടുംബത്തിന്മേലാണ്. ആ മുറിവ് ഒരിക്കലും തന്നെ ഉണങ്ങില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവിടെ മഹ്ശറിൽ ചില ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. ചെമ്പിന്റെ നഖങ്ങളാണ് അവന്റെ കൈകളിൽ ഉള്ളത്. 10 വിരലുകളിൽ ചെമ്പിന്റെ മൂർച്ചയുള്ള നഖങ്ങൾ. ഭീമാകാരന്മാരായ മനുഷ്യന്മാര് അവരുടെ മാറിടവും മുഖവും ഇങ്ങനെ ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം മാറും മുഖവും അവർ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ പോകുമ്പോഴാണ് ഇതെല്ലാം കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചോദിച്ചു, ഇതെന്താണ് ജിബ്രീലേ? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അന്യായമായി ജനങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ആൾക്കാരാണ്. അല്ലെ? അന്യന്റെ ഇറച്ചി തിന്നുക എന്ന് പറയില്ലേ, ഇറച്ചി തിന്നുക. ചില വായനശാലകളും ചില പള്ളിത്തിണ്ടുകളും അതേപോലെ തന്നെ ചില ക്ലബ്ബുകളും ചില വീടുകളും പല സ്ഥലങ്ങളൊക്കെ എന്താണ് അന്യന്റെ ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടുള്ള ഇറച്ചിപ്പെട്ടിന്റെ ശാലകളായി മാറിയിരിക്കുകയാണ്. ഓരോരുത്തരുടെ തേറ്റകളിലും അന്യന്റെ ഇറച്ചി തിന്നിട്ട് കിൻഡൽ കണക്കിന് ഇറച്ചി ബാക്കിയാണ്. തമാശയിൽ പോയാണെങ്കിലും ഞാൻ സ്വന്തം നഫ്സിനോട് പറയാണ്, ഞാൻ പറയലുണ്ട്, ചില കല്യാണ വീട്ടിലൊക്കെ ഇറച്ചി തീർന്നങ്ങൾ ബേജാറാകണ്ട, എവിടെ പായുണ്ട്, ഇങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാർ ചെന്നാൽ ഓല തേറ്റമെന്ന് മുറിച്ചെടുക്കാൻ പറ്റും. അത്രത്തോളം ആരാണ്ട് ഇറച്ചി പോലെ തേറ്റമുണ്ടാവും. നമ്മുടെ സഹോദരിമാരും നമ്മളും അള്ളാഹുവിനെ ഭയപ്പെടുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കടവായ പുലർത്തുന്ന കദ്ദാബീകളായി മാറിയ ഖബറിൽ നമ്മുടെ ശിക്ഷ ഇതാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നടന്നപ്പോൾ കാണുന്നത് എന്താണ്? ഒരു വലിയ വീപ്പക്കുറ്റിയാണ് കാണുന്നത്. അതിന്റെ മുകൾ ഭാഗം കുടുസാണ്, അതിലൂടെ പുറത്തേക്ക് ചാടാൻ പറ്റൂല, അത്ര ചെറിയ ദ്വാരം. അടിഭാഗമാണെങ്കിലോ അത് കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്ര വിശാലതയുമുണ്ട്. അപ്പൊ ഭയങ്കര വീതിയും വിസ്താരവുമുള്ള മുകൾ ഭാഗം കുടുസായ വലിയൊരു വീപ്പക്കുറ്റി. അതിന്റെ ഉള്ളിൽ നിന്ന് നിസാഉൻ വറിജാലുൻ, ആണിന്റെയും പെണ്ണിന്റെയും നിലവിളി ഞാൻ കേട്ടു. അള്ളാഹു അതിനുള്ളിലേക്ക് നോക്കാനുള്ള അവസരം എനിക്ക് തന്നു, കാണാനുള്ള അവസരം എനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ കണ്ടത് നിസാഉൻ വറിജാലുൻ ഉറാത്ത്,
നഗ്നനായിക്കൊണ്ട് ശരീരം വെന്തുരുകുന്ന ആണും പെണ്ണുമാണ്. അവിടുന്ന് ചോദിച്ചു മലക്കുകളോട് ഇതെന്താണ്? അവിടുന്ന് പറഞ്ഞു ഫഹുമുസ്സുന, അവർ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട ആളുകളാണ്. അവര് അനാവശ്യമായ സെക്സിൽ ഏർപ്പെട്ട ആളുകളാണ്, അനാവശ്യമായ ലൈംഗിക അരാജകത്വങ്ങളുള്ളവരാണ്. അപ്പം സെക്സ് വിചാരം സാക്ഷാൽ ഫർജ് ചെയ്യുന്ന സാക്ഷാൽ തിന്മ എന്ന് പറയുന്നതാണ് യഥാർത്ഥ വ്യഭിചാരം. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വ്യഭിചാരം കൊണ്ട് നിങ്ങൾ അടുത്തു പോകരുത്, അത് ഏറ്റവും മ്ലേച്ഛകരമാണ്, ഏറ്റവും വൃത്തികെട്ട മാർഗമാണ്. അതിലേക്ക് എത്തുന്ന എല്ലാ വഴികളും ഇസ്ലാം അടച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളടങ്ങുന്ന ഈ സമൂഹം ആ തിന്മയിൽ നിന്ന് നമ്മുടെ കണ്ണോ നമ്മുടെ കാതോ നമ്മുടെ ചുണ്ടുകളോ നമ്മുടെ വിരൽത്തുമ്പുകളോ നമ്മുടെ മനസ്സോ അതിൽ നിന്ന് ഒഴിവാണോ ഇല്ല. ലൈംഗിക അവയവം ചിലപ്പോൾ ഒഴിവായിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ ബാക്കിയുള്ള ഈ 4 അവയവങ്ങളും ദിനേന വ്യഭിചരിക്കുന്നു. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് കണ്ണ്, ഈ കാത്, നമ്മുടെ ചുണ്ടുകള്, നമ്മുടെ നാവ്, നമ്മുടെ വിരൽത്തുമ്പുകള്, അതുപോലെ നമ്മുടെ മനസ്സ്, ഇതൊക്കെ ഈ അശ്ലീലതയിലേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ളത് കഠിനകഠോരമായ അദാബുൽ ഖബറാണ്. 4-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ കണ്ട രംഗം ഒരു വലിയ ചോരപ്പുഴ, ദമുന്നഹർ, വലിയൊരു ചോരപ്പുഴ. ആ ചോരപ്പുഴയിൽ ചുഴിയുണ്ട്, വലിയ ഓളങ്ങളുണ്ട്. ആ ഓളത്തിലും ചുഴിയിലും പെട്ട ഒരു മനുഷ്യന് വായ ഇങ്ങനെ പിളർത്തിയിട്ട് ശ്വാസം മുട്ടിയിട്ട് ആ ചോരപ്പുഴയിൽ നിന്നിങ്ങനെ ചോര കുടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കരയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കരക്ക് നിന്നുകൊണ്ടൊരു മലക്ക് അവന്റെ വായിലേക്ക് സമാനമായ കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ എറിയാൻ. അതവന്റെ വായിലേക്ക് എത്തിയിട്ട് അവന് തിരിച്ചിങ്ങോട്ട് എത്താൻ പറ്റാതെ അവൻ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. അവനങ്ങോട്ട് പോവുകയാണ്. ആ ചോരപ്പുഴയിൽ അവൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് വീണ്ടും അങ്ങോട്ട് പോകും. അപ്പോഴേക്കും ഈ കല്ലെടുത്ത് വന്നിട്ട് മലക്ക് ഒരുമിച്ച് കൂട്ടും. വീണ്ടും അവൻ നീന്തി കരകയറാൻ ശ്രമിക്കും, എറിഞ്ഞാട്ടും. ഇവൻ ആരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അക്കിലു റിബ, അവൻ പലിശ തിന്നവനാണ്, പലിശയുമായി ഇടപെട്ടവനാണ്. എത്ര ആളുകളുടെ വീടാണ്, വാഹനമാണ്, കച്ചവടമാണ് ഇന്ന് ലോണില്. ലോണില്ലാതെ മൗലവി ഇന്നൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇന്ത്യ രാജ്യമല്ലേ, നമുക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ ഏർപ്പാട് ചെയ്യണമെങ്കിൽ വേണ്ടേ? എത്ര ആൾക്കാരോട് നമ്മൾ കടം ചോദിച്ച് നമ്മൾ എന്താ കാട്ടുക? പല ന്യായങ്ങളും പലർക്കും പറയാനുണ്ടാകും. ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എടുത്തുപോയവരുണ്ടാകും, കുറ്റബോധം ഒന്നും ഉണ്ടാകും. നിരന്തരം പലിശ തിന്നുകൊണ്ട് പലിശയിൽ ഇടപെട്ടുകൊണ്ട് നിസ്കരിക്കാൻ വരുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉണ്ടാകും. അവരുമായി അള്ളാഹു നേർക്കുനേരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല പിന്നെ റസൂലുള്ളാഹി പലിശക്ക് 70 ഐറ്റങ്ങളുണ്ട്. ഐസർവാദിൽ ഏറ്റവും ചെറിയ ശതമാനം കുറഞ്ഞ പലിശ അയ്യൻകിഹുൽ ഉമ്മ, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്തസ്സും അഭിമാനം ഉറപ്പുള്ള ഒരുത്തർക്ക് സാധിക്കുമോ? ഇല്ല. എങ്കിൽ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ചവൻ സ്വന്തം ഉമ്മാനെ ഡെയിലി വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ അങ്ങനൊന്നും മിമ്പറൊന്നും പറയല്ലേ, അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്ത് വർത്താനാ അത് പറയണ? ഞമ്മക്കല്ല, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് കുടുങ്ങിപ്പോയവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ലോണാണ് കഴിച്ചിലേക്ക് വേണം അടുത്തെടുക്കാനെന്നല്ല, മറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തവർ, സ്ഥലം വാടകയ്ക്ക് കൊടുത്തവർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ അത് ശ്രദ്ധിക്കുക. ആ ഭാര്യമാരും മക്കളും ബാങ്ക് ജോലി ചെയ്യുന്നവരുടെ കീഴിലാണ്. ഇത് തിന്നണേ ഹറാമല്ലേ എന്നും പറഞ്ഞാൽ അവിടുന്ന് ചാടിക്കാതെ ഇറങ്ങി പോരണ്ട, ഒന്നുമില്ല. അത് അവന്റെ മുതുകത്ത് മാത്രം ആ പാപഭാരമുള്ളത്, അല്ലാതെ ആ ഭാര്യ മക്കളൊരു കുറ്റക്കാരല്ല. ആക്കിൽ റിബ വമൂക്കിലഹു വകാതിബഹു കുല്ലുഹും സവാ. ലഅനല്ലാഹുൽ റിബ, അല്ലാഹു തആല പലിശയെ ശപിച്ചിരിക്കുന്നു. അതിൽ അംഗങ്ങളായ ആളുകളെ എണ്ണി എണ്ണി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇൻഷാ അല്ലാഹ് 7 അനുഭാവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി പോകുന്നില്ല. അവ 4 ശിക്ഷകളാണ് ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് 4 എണ്ണല്ല, ഇഷ്ടം പോലെയുണ്ട്, 400-ൽ പരമുണ്ട്. ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചത് കേട്ടാൽ നമ്മള്
ബേജാറായി പോകും. അത്ര ചെറിയ തിന്മകൾ വരെ അല്ലെ, മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് ശുദ്ധിയാകാതെ വസ്ത്രത്തിലേക്ക് അതിന്റെ അംശം തെറിച്ചവൻ വരെ ബൗലി, മൂത്രമൊഴിച്ചിട്ട് അതിന്റെ അംശം കഴുകിക്കളയാത്തവന് ഖബറിൽ ശിക്ഷയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത്തഹിയ്യാത്തിന്റെ അവസാനത്തിൽ എന്നും അല്ലാഹുവോട് ചോദിക്കും. എന്ത്? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില വ ഇസ്റാഫീല അഅ്ദിനി മിൻ ഹജ്ജിൻ നാരി വ അദാബിൽ ഖബർ. നമ്മൾ ആദ്യം തന്നെ ഖുതുബയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾക്ക് ആരാ പ്രാർത്ഥിക്കുന്നത്, ആരാ ശ്രദ്ധിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നത് എന്തിനാരോ? ആരും ശ്രദ്ധിക്കാത്തോണ്ടല്ല, പല ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് ഓർക്കാൻ വേണ്ടി പറയാൻ, ഒന്ന് പഠിക്കാൻ വേണ്ടി പറയാൻ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ ഖബറിൽ ഇന്നല്ലെങ്കിൽ നാളെ വന്നു ചേരേണ്ടവരാണ് നമ്മൾ. എന്ന് നമ്മൾ ഖബർ കാണുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അതിൽ വന്നു ചേരേണ്ടവരാണ്. അതുകൊണ്ട് അദാബുൽ ഖബറിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഇനിയും ധാരാളം മുഅ്മിനീങ്ങളെ നമുക്ക് പറയാനുണ്ട്. അടുത്ത ആഴ്ചയിലെ ഒന്നാം ഖുതുബയിൽ നമുക്ക് കടം വീട്ടാതെ മരിച്ചുപോയ ആളുകൾക്കുള്ള ശിക്ഷയും, അതുപോലെ ഉലൂല് വഞ്ചന, അന്യന്റെ സ്വത്ത് മോഹിച്ച് അത് പറ്റിച്ചെടുത്ത ആളുകളുടെ ശിക്ഷയും, അതുപോലെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി അഹ്ലുകാര് മാറത്തടിച്ച് കരഞ്ഞാൽ അതിന്റെ പേരിൽ ആ ഖബറാളി ശിക്ഷിക്കപ്പെടുന്ന ശിക്ഷയും, അതുപോലെ തന്നെ രക്തസാക്ഷികൾക്കും വയറ് രോഗമുള്ള ആളുകൾക്കും, അതുപോലെ തന്നെ ചെറിയ മറ്റുള്ള വെള്ളിയാഴ്ച മരിച്ച ആളുകൾക്കും തുടങ്ങി ഖബറിൽ രക്ഷ കിട്ടുന്ന ആളുകൾക്കൊക്കെ അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ഖുതുബ അതായിരിക്കും. ഞാന് ആദ്യം തൗഹീദും റിസാലത്തും ആഖിറത്തുമായ വിഷയമാണ് ഒന്നാം ഖുതുബയിൽ പറഞ്ഞത്, മാറ്റിയതാണ്. കാരണം നേരം വൈകി വരുന്ന ആളുകൾക്ക് ഈ ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത് മാറ്റി ഒന്നാം ഖുതുബ ഇങ്ങോട്ടാക്കിയതാണ്. നമ്മളാളുകൾ ഈ പള്ളിയിൽ ഇവിടെ പങ്കെടുക്കേണ്ടവർ നേരത്തെ ജുമാക്ക് എത്തുക, എല്ലാ തിരക്കൊന്നും ഒഴിവാക്കിയിട്ട് നേരത്തെ എത്തുക. ഇമാമ മെമ്പർ കയറി മയക്കുമ്പോ മുട്ടുമ്പോ വരുന്നതിന് മുന്നേ വരിക, എത്രയോ നേരത്തെ വരിക. ഒട്ടകർത്തർത്ത കൂലിയും കോഴിമുട്ടന്റെ കൂലിയും ഒക്കെ നമ്മൾ പറയുന്നതല്ലേ. അതുകൊണ്ട് ആ കൂലി ഡെയിലി നേടാൻ വേണ്ടി മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബുകളുടെ കേന്ദ്രമായ, എന്നാൽ അതോടൊപ്പം തന്നെ സ്വർഗീയ പൂന്തപ്പായി മാറുന്ന ആ ഖബറിൽ അല്ലാഹു തആല നമുക്ക് ആനന്ദവും റാഹത്തും നൽകുമാറാകട്ടെ. അദാബുൽ ഖബറിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള വിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബയിൽ ശിർക്ക് വിവിധ കാലഘട്ടങ്ങളിലൂടെ എന്ന വിഷയത്തിന്റെ ആമുഖം നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആദ്യ പിതാവും ആദ്യത്തെ നബിയുമായ അവ്വൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്ന ആ ശിർക്ക് കലരാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ തൗഹീദ്, അതനുസരിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം, ഷീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം, ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം, 3 പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ശിർക്ക് എന്ന് പറയുന്ന ഒരു മഹാമാരി ആ സമൂഹത്തിലേക്ക് കടന്നു വന്നിരുന്നില്ല. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന 4ാമത്തെ റസൂലോട് കൂടിയാണ് ശിർക്കിന്റെ ഉത്ഭവം. അപ്പോഴാണ് അല്ലാഹു തആല ആ റസൂലിനെ ആ സമൂഹത്തിലേക്ക് നിയോഗിച്ചത്. അതുവരെ ആ റസൂലിന് പകരം ആ നബിമാര് തർബീയത്തിലൂടെയായിരുന്നു. അവർ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ വഹദാനിയത്താകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ സിഫാത്തുകളും പഠിച്ച് മനസ്സിലാക്കി നീതിയോടുകൂടി സ്നേഹത്തോടുകൂടി അന്നത്തെ ശരീഅത്തനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു തആല അവരോട് പഠിപ്പിച്ചു. അമ്പിയാക്കന്മാർ അതായിരുന്നു അവരെ പഠിപ്പിച്ചത്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അവർക്ക് എല്ലാ കാര്യം പരിപാലിപ്പിക്കുക അള്ളാഹു മതി. അതുകൊണ്ട് തന്നെ പിശാചിന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിക്ക് ആ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ 12ാമത്തെ തലമുറയിലേക്കാണ് ശിർക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ശിർക്കിന്റെ ഉത്ഭവം അത് വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നതിന്റെ ആമുഖവും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പറയും. അടുത്ത ആഴ്ചയിൽ 2ാം ഖുതുബയിൽ നമ്മൾ നമ്മുടെ കാലഘട്ടത്തിലുള്ള മുസ്ലിം സമുദായത്തിലുള്ള വിവിധ ശിർക്കുകളെ കുറിച്ച് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം നമുക്കറിയാം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ശേഷം ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ആ ശീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഞ്ചാമത്തെ അഥവാ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. പിന്നെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എങ്ങനെയാണ് ശിർക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, അഞ്ചാമത്തെ തലമുറയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഞ്ചാമത്തെ തലമുറയിലേക്ക് വന്നുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വസ്വാസ് ഉണ്ടാക്കി. എന്താണ് വസ്വാസ് ഉണ്ടാക്കിയത്? നിങ്ങളുടെ കൂട്ടത്തില് ഹാബീൽ എന്ന് പറയുന്ന അള്ളാഹ് തൃപ്തിപ്പെട്ട ഒരു ഷഹീദ് ഉണ്ടല്ലോ. ഹാബീലും ഹാബീലും നമുക്കറിയില്ല. ആദം അലൈഹി ഇസ്ലാമിന് 2 മക്കളാണ്. അതില് ഹാബീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാബീൽ റളിയല്ലാഹു അൻഹു അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ നേർച്ച അള്ളാഹു തആല തൃപ്തിപ്പെട്ടു. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. മറ്റത് കൊലപാതകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹാബീൽ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ആ നിങ്ങളെ കാലഘട്ടത്തിലെ നിങ്ങളെ വെല്ലിപ്പാന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പൂപ്പാന്റെ മകനായ ആ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ പുന്നാര മോനായ ഷഹീദായ ഹാബീലിനെ നിങ്ങൾക്ക് ഇടയിൽ വെച്ച് അള്ളാഹുവിലേക്ക് അടുത്തൂടെ? കാരണം അള്ളാഹ് തൃപ്തിപ്പെട്ടൊരു മഹാനല്ലേ അയാള്, നല്ലൊരു മനുഷ്യനല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മൃഗത്തിനർത്താളി, വേറൊന്നും വേണ്ട. ഒരു മൃഗത്തിനർത്തിട്ട് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മൃഗത്തിനൊക്കെ ഒന്ന് അർത്ഥം നിങ്ങൾക്ക് പരിപാടി നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സമൂഹത്തിന് എന്ത് ചെയ്തു? ആളുകൾക്ക് തോന്നി, എന്നാ ഹാബീലിന്റെ ഖബർ നമുക്കൊന്ന് സന്ദർശിച്ചാലോ, ഹാബീലിന്റെ ഖബറൊന്ന് സന്ദർശിച്ചാലോ. അവിടെ സന്ദർശിക്കാനുള്ള മനസ്ഥിതി വസ്വാസിനോട് ഇട്ടുകൊടുത്ത ശൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്തിനാ ഉദ്ദേശിച്ചത്? അവരെ പതുക്കെ അവിടുന്ന് കൈ ഉയർത്തിയിട്ട് ഹാബീൽ റളിയല്ലാഹു തേടിക്കാളി എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ഈ ഒരു വൈറസ് കയറി വരുന്നു എന്ന് കണ്ടപ്പോഴേക്കും അല്ലാഹു തആല ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവരിലേക്ക് അയച്ചു. ആദം അലൈഹി ഇസ്ലാമിക്ക് ശേഷം വന്ന പ്രവാചകനാണ് ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ശീസ് നബി അലൈഹി ഇസ്ലാം അവരിലേക്ക് വന്നു. വന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ അള്ളാഹു ആ 2ാമത്തെ നബിയെ നിയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആ ശീസ് അലൈഹി ഇസ്ലാം വീടാന്തരം കയറി ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? തർബിയത്ത് കൊടുത്തു. മരിച്ചുപോയ മനുഷ്യന്മാരെ ഇടയിലേക്ക് വെക്കലല്ല, അള്ളാഹു മതി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഇടപഴിപ്പിക്കാനും നമ്മുടെ വിഷമങ്ങൾ പറയാനും അല്ല മതി എന്ന് പറഞ്ഞ് തർബിയത്ത് കൊടുത്തിട്ടുള്ളൂ. തർബിയത്ത് കൊടുത്തോട് എന്ത് ചെയ്തു? ആളുകൾ ഇതൊക്കെ മടങ്ങി. ശൈത്താൻ നിരാശപ്പെട്ടു, പരാജയപ്പെട്ടു. കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അങ്ങനെ ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഫാത്ത് കഴിഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് അവരിലേക്ക് പിശാച് പിന്നീട് പുതിയ ആ 6ാമത്തെ തലമുറയിലേക്ക് പുതിയ രൂപത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞാൽ കാര്യങ്ങള് എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് സമൂഹമേ. എന്താ? നിങ്ങളെ വാപ്പ ആദം അലൈഹി ഇസ്ലാം, പിന്നെ മകനായ ഒരു ഷഹീദുണ്ട് ഹാബീൽ റളിയല്ലാഹു അൻഹു, പിന്നെയും ഒരു പ്രവാചകൻ. അപ്പൊ 2 നബിമാരും ഒരു ഷഹീദുമുള്ള വലിയ നല്ലൊരു സമൂഹമാണ് നിങ്ങള്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് ഇവരോട് പറഞ്ഞിട്ട് അവർ നിങ്ങൾ അള്ളാഹുലേക്ക് നിങ്ങളെ ബന്ധപ്പെടുത്തി തരും. കാരണം അല്ലാഹു തആല ഇഷ്ടപ്പെട്ട 2 നബിമാർ ഒരു ഷഹീദുള്ള ഒരു കൗമല്ലങ്ങള്. അപ്പൊ അവർക്ക് തോന്നിന്ന അവരൊന്ന് ഇടപെടിപ്പിച്ചാൽ തിരക്കടില്ലല്ലോ. അപ്പോഴേക്കും അല്ലാഹു തആല ഉടനെ ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു. അപ്പൊ ആദം അലൈഹി ഇസ്ലാം വന്നു, ഈ ശരീഅത്ത് പ്രകാരം ജീവിച്ച് പിന്നെ ആ കൗമിലേക്ക് എന്ത് ചെയ്തു? ശിർക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോ ശീസ് അലൈഹി ഇസ്ലാമിനെ ഒന്ന് തർബിയത്തോടുകൂടി അവസാനിപ്പിച്ചു. പിന്നെ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അങ്ങനെ ആ ജനതയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അങ്ങനെ ഏതാണ്ട് 10 തലമുറ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തില് പിന്നെ 10ാമത്തെ തലമുറ വന്നപ്പോഴേക്കും ആ കാലഘട്ടത്തില് 5 വലിയകൾ ഉണ്ടായിരുന്നു. 5 വലിയ. അതാരാ? വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ. ഖുർആൻ പേരെടുത്ത് പറഞ്ഞില്ലേ? ലാ തദറുന്ന ആലിയതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഊഖ വയഊസ വനസ്റ. 5 സ്വാലിഹീങ്ങളായ ആളുകൾ ഇദ്രീസ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ വലിയ പണ്ഡിതന്മാരായിരുന്നു. അങ്ങനെ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി. അങ്ങനെ വഫാത്തായതിനു ശേഷം ഈ 5 ഉലമാക്കളാണ്, ഈ മഹാന്മാരായ ഈ സ്വാലിഹീങ്ങളാണ് എന്തുണ്ടായത്? അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരും മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഇബ്ലീസ് അലൈഹി സ്വലാത്തു ലഅനത്തുല്ലാഹി അലൈഹി അവരിലേക്ക് വന്നുകൊണ്ട് ആ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണെന്ന്, നിങ്ങൾക്ക് ആദം അലൈഹി ഇസ്ലാം എന്ന അതേപോലെ ഹാബീൽ എന്ന
അതേപോലെ തന്നെ ഷീസ് എന്ന ഇദ്രീസ് എന്ന ഈ 3 പ്രവാചകന്മാരും ഒരു ഷഹീദുമുണ്ട്. അതിന്റെ പുറമെ 5 ഔലിയാക്കളുമുണ്ട്. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയ ഈ 5 ആളുകളെ ഒന്ന് ഓർക്കാതെ നിങ്ങൾ കടന്നു പോകാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ അവരെ ഖബറിന്റെ അടുത്ത് സിയാറത്തിന് പോയിക്കോളി. അപ്പൊ വെയിൽ കൊള്ളാതിരിക്കാൻ ആ മഹാന്മാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു പന്തൽ കെട്ടിക്കോളെ കേൾക്കുന്നു വെച്ചു. അങ്ങനെ അവർക്ക് തോന്നി എന്ത്? അവർക്ക് തോന്നി അവിടെ ഒരു കമ്പ് നാട്ടെ. കാരണം എന്താ, പിൽക്കാലത്ത് അറിയപ്പെടാതിരിക്കല്ല. അവിടെ ചെറിയൊരു കുറ്റി, ഒരു 4 കുറ്റി എടുത്തിരിക്കുന്ന അടയാളം വെച്ചാൽ മതി ഈ മഹാന്മാരെ ഖബറാന്ന് അറിയാൻ വേണ്ടി, വേറൊന്നും ചെയ്യണ്ട. അപ്പൊ അവർക്ക് തോന്നി കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. അങ്ങനെ അവരെ കമ്പ് നാട്ടി. പക്ഷേ അവരാ അതിനകത്ത് പോയി സങ്കടം പറയൊന്നുമില്ല, ഇബ്ലീസിനും അത് ആവശ്യമില്ല. അങ്ങനെ ഈ കമ്പ് നാട്ടിയ കൗമ് മരിച്ചുപോയി. 11ാമത്തെ തലമുറ വന്നപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരിലേക്ക് വന്നുകൊണ്ട് പുതിയ അടവ് പറഞ്ഞു. അവരോട് എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ആദരിച്ച 5 മഹാന്മാരാണിത്. അതിന്റെ മുമ്പ് പിന്നീട് 3 പ്രവാചകന്മാരും ഒരു ഷഹീദുമുണ്ട്. അപ്പൊ നിങ്ങൾ എത്ര വലിയ ആളുകളാണ്. അതുകൊണ്ട് ഈ മരത്തിന്റെ കമ്പ് നാട്ടിയ കുറച്ചു കാലം കഴിഞ്ഞാൽ ദ്രവിച്ചാണ്ട് പോകരുത്. അങ്ങനെ ആയാൽ പിന്നെ ഈ മഹാന്മാരെ കുറിച്ച് ഓർക്കാനോ അവരെ കുറിച്ച് അറിയാതെ പോകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു മഹാന്മാര് ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കളും മറ്റോലൊക്കെ അറിയണ്ടേ. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ എന്ത് ചെയ്യാ? ഒരു വരി കല്ലൊന്നും ഇങ്ങനെ വെച്ചാൽ ഹലോ 10-11 തലമുറ ഒരു വരി കല്ല് വെച്ചു കൊടുത്താൽ അപ്പൊ ഓർക്കും തോന്നി ശരിയാണല്ലോ, ഈ കുറ്റി തവിച്ചു പോയവൻ എങ്ങനെ ഉണ്ടായിരുന്നു അറിയണ്ടേ എന്നുള്ള നിലക്ക് ഒരു വരി കല്ലും വെച്ചു. പിശാച് അവരെല്ലാം മുങ്ങി, എസ്കേപ്പായി. അങ്ങനെ അവരെ സ്മരിക്കാൻ വേണ്ടി ഒരു പന്തൽ, ആദ്യം നാട്ടക്കുറിയ പന്തൽ കെട്ടി, പിന്നെ ഒരു വരി കല്ല് വെച്ചു. അതാണ് ശൈത്താനെ പറ്റി അല്ലാഹ് പറഞ്ഞത്. യാ ബനി ആദമ ഖദ് അൻസൽനാ, പിന്നെ ഖുർആൻ വ്യക്തമായി പറഞ്ഞത് എന്ത്? ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين أن اعبدوني على صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تأكلون. سورة ياسين അറിയാത്ത ആരുമില്ലല്ലോ. അതിലുള്ള ആയത്താണ് ولقد أضل منكم جبلا كثيرا أفلم تكونوا تأكلون. നിങ്ങൾക്ക് മുമ്പുള്ള എത്ര വലിയ സമൂഹത്തെയാണ് വിവിധ ഘട്ടങ്ങളിലൂടെ പിശാച് ഫഴിപ്പിച്ചു കളഞ്ഞത്. അവസാനം ആ തലമുറ ആ പരി കല്ലും വെച്ച് അതിന് കഴിഞ്ഞു പോയി. പിന്നീട് വന്ന 12ാമത്തെ തലമുറയിലേക്ക് പിശാച് വന്നുകൊണ്ട് പറഞ്ഞു എന്ത്? നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇവിടെ കല്ല് നാട്ടിയത് ഈ 5 സ്വാധീനങ്ങളും അതിന് മുമ്പുള്ള 3 നബിമാരും ഒരു ഷഹീദുമുണ്ട്. ഈ 8 ആൾക്കൂട്ടമുള്ള വലിയൊരു സൗഭാഗ്യം കിട്ടിയ സമുദായമാണ് നിങ്ങൾ. അവരൊക്കെ അള്ളാഹുമായി ഡയറക്റ്റ് എടുത്തവരാണ്. നിങ്ങൾ പാപികളാണ്. നിങ്ങൾ അവരോട് നേർക്ക് നേരെ അള്ളാഹോട് പറഞ്ഞിട്ട് നിങ്ങളെ കൈ തട്ടിക്കളയുമല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ഇവരോട് സങ്കടം പറയണം. അപ്പൊ എന്ത് തോന്നി? തിരക്കടില്ല, അവിടെ പോയി സങ്കടം പറയാൻ തുടങ്ങി. ആദ്യമായി ഇസ്തിഗാസ, ആദ്യമായി തവസ്സുൽ. ഇത് തുടങ്ങിയത് സഹോദരങ്ങള് ഹൈന്ദവരോ ക്രൈസ്തവരോ ഒന്നുമല്ല, സാക്ഷാൽ മുസ്ലിങ്ങളാ ശിർക്ക് തുടങ്ങിയത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മുസ്ലിം ഉമ്മത്താണ് ശിർക്ക് തുടങ്ങി. ഇസ്ലാമിക സമൂഹത്തിലെ ശിർക്ക് തുടങ്ങുന്നത്. ആലോചിച്ചോളി, സ്റ്റാർട്ടിങ് അതാണ്. തുടങ്ങിയോടുകൂടി എന്തുണ്ടായി? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അപ്പോ ആ സമുദായത്തിലേക്ക് അല്ലാഹു നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചു. നൂഹ് അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ഖൗമേ, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റില്ലാഹില്ല, അതുകൊണ്ട് അവരെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇതാണ് ശിർക്കിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ 12ാമത്തെ തലമുറയിൽ ശിർക്ക് ആരംഭിച്ചത്. ഇൻഷാ അല്ലാഹ് അത് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലുള്ള ശിർക്കും അവിടുന്ന് കൂടുതൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന ശിർക്കും അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ പ്രവചനങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. അടുത്ത ഖുതുബയിൽ അതും കൂടെ കൃത്യമായി ഉൾക്കൊള്ളണം എന്ന നസീഹത്തോടു കൂടി എല്ലാവരും നേരത്തെ ഖുതുബക്കെത്തുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഖുർആനും ഹദീസും പറഞ്ഞ പരലോക വിശ്വാസത്തെ കുറിച്ചും അടിസ്ഥാനപരമായി രക്ഷപ്പെടേണ്ട തൗഹീദിന്റെ മഹാത്മ്യത്തെ കുറിച്ചും അതിന്റെ അപകടം നിറഞ്ഞ ശിർക്കിന്റെ വഴികളെ കുറിച്ചും പഠിക്കാനും ഉൾക്കൊള്ളാനും രക്ഷപ്പെട്ട് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم صل وسلم وبارك على هذا النبي العظيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. وصلى الله وسلم تسليما كثيرا. اقم الصلاه.